അമ്മേ ആ എന്റെ PTA മീറ്റിംഗ് ഉണ്ട്. എന്ത് PTA മീറ്റിംഗ് നാളെ. നാളെ വരണേ. വരുന്നേന്നാ? വരൂലേ? നീ അച്ഛന്റെ അടുത്ത് പറയും. ഇല്ല, അച്ഛൻ വന്നാ ശരിയാവില്ല. അമ്മ വന്നാ എന്താ നീ എന്തെങ്കിലും കുരുത്തക്കേടെ ഒപ്പിച്ചാ അവിടെ? ഇല്ലില്ല, അമ്മ വന്നാ മതി. അതാ അമ്മ വന്നാ മതി. അമ്മ വന്നാ മതി. ഇവിടെ വരാം. കഴിഞ്ഞില്ലേ? അല്ല, ഇത് തോടാണോ പൊയ്യാണോ കൊളാണോ? നിങ്ങളിലേ പോകുന്ന ഞാൻ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ലല്ലേ. എന്ത് ചെയ്തോ ഉണ്ണി ഉണ്ണി നിന്നെ അവിടെ നിക്ക്. എങ്ങനെ അങ്ങോട്ട് വരല്? വരണ്ട, അവിടെ നിന്നോ, ഞാൻ വരാ. ചെരുപ്പും കേറണില്ലല്ലോ. ഇതെന്താ? ആ അതെന്താണ്? വീടിന്റെ മുമ്പിൽ പോയ കൊള തോട ചാല എന്ത് ചെയ്യാനാ? മഴ പെയ്താ അതല്ലേ. എന്നും പറിച്ച് കാര്യമില്ല. അതെ, ഞാൻ നോക്കിയിരിക്കായിരുന്നു. എന്തെന്ന് ഞാൻ വീഴുന്നതാ? അതല്ല, ഇവിടുത്തെ ഫാൻ കറങ്ങണില്ല. അരിതില്ല നന്നാക്കാലോ. ആദ്യം ഇങ്ങനെ ശബ്ദം എന്താണ് ഫാന്റെ കാര്യം? ഫാന്റെ ഞാൻ പറയാലോ. എന്താണ് പറഞ്ഞു? ഫാനേ ഫാൻ കറങ്ങാത്തല്ലേ? ഇന്നല്ലൊരു പോള കണ്ണടച്ചിട്ടില്ല, ഫാൻ കറങ്ങണില്ല. ശീതേട്ടൻ ഉറങ്ങിയിട്ടില്ല, ഫാനും കറങ്ങുന്നില്ല. ഒരൊറ്റപ്പെട്ട സംഭവമാണല്ലോ അത്. എന്താ കൂടോത്രം ചെയ്തു ആരെങ്കിലും? എന്ത് കൂടോത്രം? അല്ല, രണ്ടും കൂടോത്രല്ല, ഫാൻ കംപ്ലൈന്റ് ആയിട്ടേ അത് കറങ്ങണില്ല. അപ്പൊ അതൊന്ന് ശരിയാക്കി എടുക്കണത്. വീട്ടില് പിട്ടാന്ന് പലകാരൻ രാവിലെ പിട്ട് അപ്പൊ അതിന് പഴമണിക്കണം. ആ പിട്ടും പഴയും കുഴച്ചിട്ട് തിന്നത് ഭയങ്കര രസമല്ലേ. അപ്പൊ ഞാൻ അത് കഴിച്ചിട്ട് 1 മണിക്കൂറുണ്ട് 2 ദിവസം കക്കൂസിൽ പോയിട്ട് ഞാൻ വരും. ഒരു മണിക്കൂർ പറ്റില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. 1 മണിക്കൂർ പിന്നെ ആ അടുക്കളയിലെ പ്ലഗില് ചെയ്യുമ്പോ ഒന്നും ചെയ്യാം. അവിടെ നിൽക്കണ്ടല്ലോ. അത് നീ പറഞ്ഞാൽ ശരിയാവില്ല. നീ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് നീ പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം. അല്ല, അതെന്താന്ന് ശീതളേട്ടന് അറിയാമോ? അടുക്കളയിലേ ആ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ. അതല്ല ഇപ്പം പറഞ്ഞു. അവള് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അവള് പറഞ്ഞ എന്താ പ്ലഗ് എന്നല്ലേ പറഞ്ഞ്? പ്ലഗ് എന്നല്ലേ പറഞ്ഞ. അപ്പൊ നീ എന്താ പ്ലഗ് കംപ്ലൈന്റ് ആയി വിചാരിച്ചിട്ട് ഉടനെ പോയിട്ട് പ്ലഗ് മേടിച്ചോണ്ടിരും. അതല്ല, ആ സ്വിച്ച് ബോർഡ് ആദ്യം പരിശോധിക്കണം. അതില് പ്ലഗിനാണോ കംപ്ലൈന്റ്, സ്വിച്ചിനാണോ കംപ്ലൈന്റ് നോക്കണ്ടേ? ഇതുകൊണ്ടാണ് ഇവര് പറഞ്ഞത് ശരിയാവില്ല, ഞാൻ പറഞ്ഞാലും ശരിയാവുള്ളൂ എന്ന് പറഞ്ഞത്. ഞാൻ ചായലും കുടിച്ച് 1 മണിക്കൂർ ഞാൻ വരാലോ. 1 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് പുറത്തേക്ക് പോകണ ഉണ്ണി. അതല്ല ഈ പറയണത്. ഞാൻ നിങ്ങൾ പുറത്തേക്ക് പോയിക്കോറോ, മണ്ട് വെച്ചിട്ടുണ്ടല്ലോ. നീ ഉണ്ടായിട്ട് എന്താ കാര്യം? നീ പറഞ്ഞാ മനസ്സിലാവണ്ടേ അവർക്ക്? അത് അവര് പറഞ്ഞാ ശരിയാവില്ല. ഞാൻ പറഞ്ഞു തന്നാലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഉള്ളപ്പോ വരാൻ പറയണത്. ഉച്ചക്ക് പറ്റൂല, വേറെ വർക്ക് ഉണ്ട്, അതാണ്. എന്തെന്നാ നാളെയോ? നാളാ ഇതിപ്പോ ഇന്ന് തന്നെ ശരിയാക്കണ്ടേ? ഫാൻ ഇന്ന് ശരിയാക്കണ്ടേ? ഇപ്പൊ ഞാൻ എന്താക്കണ്ട പറ. അല്ല, നീ നാളെ വന്നോ. നാളെ പറ്റുള്ളൂ. നാളെ വരാം. ഓ, ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ പറ്റില്ലല്ലോ? ഇല്ല, പറ്റില്ല. എന്നാ പിന്നെ നാളെ വന്നാ മതി. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഉണ്ടാവില്ല. അതാ, ഞാൻ ഇല്ലാണ്ട് ശരിയാവില്ല. അവിടെ ഇങ്ങോട്ട് വിളിച്ചും വരുത്തിയിട്ട് എന്തെന്നാ. നാളെ വന്നോണ്ടേ. ഇതെന്തിനാ നിനക്ക്? ഇല്ലാണ്ട് പോവാൻ പറ്റുവാ? കുളമല്ലേ. ഒന്നാമത്തെ നീ എന്നെ വിളിക്കണ്ടേ? നീ പറഞ്ഞു കൊടുത്ത അങ്ങനെ ശരിയാവുന്നത്? അല്ല, ഇത് വഴിയിൽ കൂടി പോണ കണ്ടപ്പോ കണ്ടപ്പോ നോക്കി ഇരിക്കായിരുന്നു. ഫാൻ നന്നാക്കണ്ടേ? ഫാനൊക്കെ നന്നാക്കാം, വിടുവാ. ഒന്നാമത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് നാളെ ഇപ്പൊ അയാള് വരികയാണെങ്കിൽ ഞാനുണ്ടാവില്ല. ഇവന്റെ PTA മീറ്റിംഗ് ആണ് നാളെ. ഞാൻ പോണം. PTA മീറ്റിംഗോ? ഇവന് PTA മീറ്റിംഗ് ഉണ്ട്. PTA മീറ്റിംഗ് എത്ര മണിക്ക്? 10:30. ഒരു കഷ്ടം നോക്കിയപ്പോ PTA മീറ്റിംഗ് 10:30. PTA മീറ്റിംഗ് ആണെങ്കി ഇപ്പോ നാളെ പാർട്ടിയുടെ താലൂക്ക് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടല്ലോ. അമ്മ വന്നോളൂ, അച്ഛൻ തിരക്കുള്ളതല്ല. അല്ല, അത് അമ്മ വന്നാൽ ശരിയാവില്ല. അത് ഞാൻ തന്നെ പോണ്ട കാര്യമാണ്. ഞാൻ തന്നെ വരണത്. നാളെപ്പോ ഇത് എത്ര മണിക്കടാ? 10:30. 10:30 അച്ഛന് പറയാനുള്ള അമ്മേനോട് പറഞ്ഞാ മതി. അമ്മ വന്ന് പറഞ്ഞോളൂ. അത് വന്ന് പറയണത് ശരിയാവില്ലടാ. അതല്ലേ, അതാ പറഞ്ഞാ മനസ്സിലാവില്ല നിനക്കത്. ആ പറയണേൽ എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും. അത് വേണ്ട. ഞാൻ തന്നെ അത് പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ. ഞാൻ ഡീൽ ചെയ്യുന്ന ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആ സത്യനൊന്ന് വിളിക്കട്ടെ.
ഇത് 10:30 അല്ലേ? അല്ല മീറ്റിംഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? പോയിക്കോളാന്ന് പറഞ്ഞ നീ പറഞ്ഞ അവിടെ പോയി കണ്ടൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടിയുടെ ഭാവിയുടെ കാര്യമാണത്. PTA മീറ്റിംഗ് അല്ലാണ്ട് കളിക്കണ കളിയല്ല. ഞാൻ ഒന്ന് വിളിക്കട്ടെ. വിളിച്ചോ. സത്യ. ശരിട്ടാ. അതെ, നമ്മുടെ മീറ്റിംഗേ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ആക്കിയാലോ? അയ്യോ, അതിന് മീറ്റിംഗ് മാറ്റുന്നു. അല്ല, എനിക്ക് ഇവിടെ രാവിലെ കുട്ടിയുടെ സ്കൂളില് PTA മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഒന്ന് അറ്റൻഡ് ചെയ്യണം. അല്ല, നമ്മളിപ്പോ ഒരു 10 പേരാകുമ്പോ കോറാവുമല്ലോ. നിങ്ങൾ 10 പേരുണ്ട്, കോറുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് തീരുമാനിക്കണ്ടേ, കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? അത് ഞാൻ ഇല്ലാണ്ട് ശരിയാവില്ല, അതാണ്. അല്ല, ഏതായാലും ഇപ്പൊ നമ്മളെ പാർട്ടിയുടെ താലൂക്ക് ആസ്ഥാനത്ത് നമ്മളിപ്പോ ബിൽഡിങ്ങിന്റെ കാര്യം സംസാരിക്കലാണല്ലോ ഇപ്പൊ മെയിൻ അജണ്ട. അപ്പോ ഞങ്ങൾ തുടങ്ങി വെക്കാം, ശീതളേട്ടൻ പിന്നെ ജോയിൻ ചെയ്താൽ മതിയല്ലോ. കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ്. നിങ്ങൾ തുടങ്ങി എന്തെങ്കിലും വിടുവായത്തരം പറഞ്ഞാൽ അതിന് എന്തെങ്കിലും തെറ്റുപറ്റി, പിന്നെ അത് അജണ്ട ആയിട്ട് വന്ന്, പിന്നെ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ വീണ്ടും തന്നെ ചെയ്യാൻ നിൽക്കണ്ടേ? അത് ഞാൻ ഇല്ലാണ്ട് ശരിയാവില്ല. ഞാൻ തന്നെ വന്നാലേ നടക്കുള്ളൂ. അത് ഉച്ചയ്ക്ക് ശേഷം ആക്കുകയാണ് അതിന്റെ ഉചിതമായിട്ടുള്ള തീരുമാനം. അപ്പൊ ഇനിയിപ്പോ ഈ ആളുകളൊക്കെ വിളിച്ചറിയിക്കണ്ടേ? നിസാര 9 പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിന്റെ കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയണത്, വിളിച്ചറിയിക്കണ്ടേന്ന്. അപ്പൊ അതുപോലും ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാരാ നിങ്ങള്. അപ്പൊ ഞാൻ ചെയ്യണ കാര്യങ്ങൾ എന്തൊക്കെയാവും ആലോചിച്ച് നോക്കിയേ. അത് വേണ്ട കേട്ടോ. ഈ 9 പേരെ ഒന്ന് അറിയിക്കുക, സത്യനെ അറിയിക്കാത്. ഞാൻ എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ആ ഗ്രൂപ്പില് മെസ്സേജ് ഇട്ടേക്കാം. അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും വേണ്ട. വാട്സപ്പ് ഗ്രൂപ്പിലിട്ടത് ആരും നോക്കിയില്ലെങ്കിലോ? അറിഞ്ഞില്ല, ഞങ്ങൾ വന്നില്ല എന്ന് പറയില്ലേ? ഇതന്നെ ഈ പറയണതേ. നിങ്ങളുടെ തീരുമാനങ്ങൾ മൊത്തം അങ്ങനെ ആയിരിക്കും. അത് വേണ്ട, എല്ലാവരും വിളിച്ചറിയിക്കും. ഈ 9 പേരും കാര്യം വിളിച്ചറിയിക്കും. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ എല്ലാരും വിളിക്കാം. അങ്ങനെ മതി കേട്ടോ. ശരി. അപ്പൊ അത് പറഞ്ഞ് ശരിയാക്കിണ്ട്. ഈ PTA മീറ്റിങ്ങിനും ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല, ഈ മീറ്റിങ്ങിനും ഞാൻ ഇല്ലെങ്കിൽ ശരിയാവില്ല. ശീതളേട്ടാ. അതെ, താൻ വിളിച്ച് പറയണ്ട. ഈ 9 പേരോട് ഞാൻ പറഞ്ഞോളാം കേട്ടോ. താൻ പറഞ്ഞാൽ ശരിയാവില്ല. അതാ. അല്ല, ഞാൻ വിളിച്ചോളാം. അല്ല, വേണ്ട, കുഴപ്പമില്ല. എനിക്കൊരു സമാധാനം കിട്ടില്ല. അതാ. എന്നാ പിന്നെ ശീതളേട്ടൻ വിളിച്ചോ, നല്ലത്. അത് ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഞാൻ പറഞ്ഞാലും ശരിയാവുള്ളൂ. അതാ. അപ്പൊ ആ കാര്യം റെഡി ഇല്ലേ? ചിരകില്ല ദുഃഖം കൊണ്ട് വഴികളിൽ പല നാളെ പലവിധ മടവുകൾ പയറ്റിയലഞ്ഞൊരു ഞാനേ ഞാനേ. രതീഷേ, ഞാൻ ഇപ്പൊ മീറ്റിംഗ് മാറ്റിയ വിവരം നിന്നോട് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. ശീതളേട്ടൻ വിളിക്കും, അപ്പോഴേ നീ ആദ്യമായിട്ട് കേൾക്കണുള്ളൂ കേട്ടാ. ശരി, ഓക്കെ. അത് പോട്ടെ, ആര് പറഞ്ഞാലും കേൾക്കില്ല. നീ ഇനി അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ നമുക്ക് രണ്ടര കൂടി ഒരു കാര്യം ചെയ്യാം. നമ്മ പറയണ കേക്ക്. നമ്മ ആ വിറകൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒരു ടർപ്പായി ഇങ്ങനെ കെട്ടിയില്ലേ? ആ ടർപ്പായിലേ ഒരു ലീക്ക് ഉണ്ട്. അപ്പൊ അമ്മ അത് പിടിച്ചു തരാം. മോനിങ്ങനെ അതൊന്ന് അടയ്ക്കോ? അല്ലെങ്കിൽ വലിയ മഴ പെയ്യുമ്പോ ഇങ്ങനെ ഇറ്റിറ്റിറ്റ്. എവിടെ ലീക്ക്? ലീക്ക് എവിടെയാണ്? ആ വിറക് വെച്ച ടർപ്പായല് ലീക്ക് ഉണ്ട്. അത് നിങ്ങൾ രണ്ടാളും കൂടി പോയി ശരിയാക്ക്. അല്ല, ലീക്ക് ഇങ്ങനെ അടയ്ക്കാം. ഞാൻ പിടിച്ചു കൊടുത്തിട്ട് ഇവൻ അതേ, അത് കെട്ടിയതാരാ? അത് കെട്ടുമ്പോ ഞാൻ പറഞ്ഞോ? അപ്പൊ അത് നിങ്ങൾ അങ്ങോട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ മിണ്ടാണ്ടിരുന്നു. ഈ ചെയ്യുമ്പോ ഓരോ കാര്യങ്ങൾ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? അത് ഞാനാ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? അപ്പൊ ലീക്ക് തുടങ്ങിയോ? അത് കീറിപ്പോയത്. അതന്നെ. അപ്പൊ ഇനി അത് എന്നോട് പറയാതെ രണ്ടുപേരും കൂടിയിട്ട് ആസൂത്രണം ചെയ്യാ ആ ലീക്ക് തീർക്കാൻ. അടുത്ത പണി. എന്നിട്ട് അത് വീണ്ടും പൊട്ടി വീഴും. എന്നിട്ട് ആ വിറകൊക്കെ നനയും. എന്നിട്ട് അത് ഉണക്കാൻ വേണ്ടി ഞാൻ വേറെ നടക്കണം. ഇതാ പറയണത്. ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവുണ്ടോ? അത് ഞാൻ കെട്ടിക്കോളാം കേട്ടോ. അത് ഞാൻ ശരിയാക്കിക്കോളാം. എന്നാ പിന്നെ നമുക്ക് പോയിട്ട് ഹോംവർക്ക് ചെയ്യാം.
അതാവുമ്പോ നീ തന്നെയാണല്ലോ ചെയ്യണ്ടേ. എന്റെ മന്മത എന്തെന്ന് നീ കാണിക്കണത്? അതൊക്കെ നിറയെ പൊടിയാണ്. അതുകൊണ്ട് ഇതിവിടെ കിടക്കട്ടെ എന്നാ. കഴിഞ്ഞ പാർട്ടി പരിപാടി കഴിഞ്ഞിട്ട് ഇത് ഇവിടെ കൊണ്ടിട്ടാണ്. ഇത് ഇതിനകത്താക്കി വെക്കാൻ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഒരൊറ്റയാണ് അനങ്ങിയിട്ടില്ല. എല്ലാവരും തിന്നാനും കുടിക്കാനും മാത്രം കൊള്ളാം. ശീതളേട്ടൻ വന്ന വെറുതെ ബഹളുണ്ടാക്കും. അയാൾക്ക് അതൊന്നും ഇഷ്ടാവൂല. അയാൾ എന്താ വിചാരിക്കണ പോലെ ചെയ്തോട്ടെ. അത് അതേപോലെ തന്നെ എടുത്തിട്ടോ, അതാ നല്ലത്. എല്ലാം ശീതളം ചെയ്യട്ടെ. അവിടെ കിടന്നോട്ട്. ബാക്കിയുള്ളവരാരും ഒന്നും ചെയ്യണ്ട. ഒരു ബക്കറ്റ് വരുവനോ അയാൾ ഇറങ്ങും ബക്കറ്റുമായിട്ട്. ഒരു മുദ്രാവാക്യം വിളിക്കാൻ വന്നാൽ അയാൾ ആദ്യം വിളിക്കും. ബാക്കിയുള്ളവർ ഒന്നും ചെയ്യണ്ടല്ലോ. നമ്മളൊക്കെ വെറുതെ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. പിന്നെന്താ? ഇപ്പൊ കഴിഞ്ഞ തവണ കാന വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എത്ര ആള് വന്നു? നീ എന്താ പറഞ്ഞത്? നിന്റെ മുട്ടുകാല് വേദനയാണ്, പിന്നെ തണ്ടലിന് വേദനയാണ് അല്ലേ? അത് മുഴുവൻ ചെയ്ത അങ്ങേരല്ലേ? ഇതിപ്പോ നേരെ എത്രയായി? മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അയാളൊന്ന് വിളിക്ക്. രാവിലെ പറഞ്ഞ മീറ്റിംഗ് അത് ഉച്ചയ്ക്കാക്കി. എന്നാൽ ഉച്ചയ്ക്ക് സമയത്ത് വരുമോ? അതുമില്ല. ബാക്കിയുള്ളവന് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാനിന്ന് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നതാണ്. അത് മാറ്റി വെച്ചേക്ക്. ഹലോ, ആ പറഞ്ഞോ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ കുറച്ചാൾ വന്നിട്ടുണ്ട്. വന്നോണ്ടിരിക്കണോ? അതോ ഞങ്ങൾ തുടങ്ങിയാലോ? അല്ല, വേണ്ട വേണ്ട വേണ്ട, ഞാൻ വന്നിട്ട് തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ ശരിയാവില്ല. അതെ, ഞാൻ വന്നാലേ ശരിയാവുള്ളൂ. ഞാൻ വന്നിട്ട് തുടങ്ങാം കേട്ടോ. എന്നാ ശരി. ആ ശരി ശരി, ഓക്കെ. എന്താ തുടങ്ങാൻ പറഞ്ഞോ? വന്നിട്ട് തുടങ്ങാന്ന്. പോരും. എന്തൊരു കഷ്ടമാണ് ഇത്. വന്നോട്ടെ എന്റെ മന്മ, വന്നിട്ട് മതി. ഇന്ന് ഞാൻ രണ്ടിലൊന്ന് ചോദിക്കും. ഇങ്ങനെയുള്ള പരിപാടികൾ പറ്റില്ല. അല്ലല്ലല്ല, അത് ചെയ്യാൻ ശരിയാ. അല്ല, വേറൊന്നുകൊണ്ടല്ല പറഞ്ഞത്. ചെയ്ത് ശരിയാവില്ല. അതാ ഞാൻ ഈ പറയണത്. അല്ല, ഞാൻ വരട്ടെ. എന്ത് എണീറ്റോ? നന്നായിട്ടുണ്ട്. എനിക്കാണ് അസലായിട്ടുണ്ട്. കാലിന്റെ ഒക്കെ മുട്ടുപോയോ? ഒന്നാമത് വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങി കഴിച്ച് പിന്നെ എന്താ ചെയ്യാ? അല്ല സത്യ നോക്കാം. എണീറ്റോ? അല്ലപ്പോ നമ്മളെല്ലാം ഇത്ര പേരോ? ഇത്ര പേരുള്ളൂ. പരിപാടി അത്. ഞാൻ വിളിക്കാം. അല്ല, നമ്മള് രാവിലെ മീറ്റിംഗ് വെച്ചല്ലേ. ഉച്ചയ്ക്ക് ശേഷം വേറെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അതിന് പോയി. ഇതിപ്പോ എങ്ങനെ തുടങ്ങാന്നാ? എന്താ പത്ര വൈകി? ഞാൻ ആ സ്കൂളിൽ പോയിട്ടേ ഒന്നും പറയണ്ട. സ്കൂളിലെ കാര്യങ്ങള്. അല്ല, അത് ശീതളേട്ടൻ വൈഫിനെ മീറ്റിങ്ങിന് വിട്ടാൽ മതിയായിരുന്നു. നമ്മുടെ മതിയായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സംഗതി പറയുമ്പോ നമുക്ക് എല്ലാ കാര്യവും എളുപ്പമായിട്ട് തോന്നും. അപ്പൊ ആ മീറ്റിങ്ങിന് പോയെടുത്ത് എന്റെ മന്മത കേൾക്കണം. ഒരു കാര്യം വാ തുറന്ന് സംസാരിക്കാൻ ഒരാളില്ല. ഇപ്പൊ ഞാൻ ഭാര്യനെ വിട്ടെന്ന് വിചാരിക്കുക, മണ്ടുനെ വിട്ടെന്ന് വിചാരിക്കുക, അവളെന്തെങ്കിലും പറയോ? അവിടെ പൈപ്പ് പൊട്ടി കിടക്കുക, 3 ഡെസ്കിന്റെ കാലൊടിഞ്ഞ് കിടക്കുക, ഓട് പൊട്ടിയിട്ട് അത് ഇതുവരെ 3 പ്രാവശ്യമായി ആ കാര്യം പറഞ്ഞാൽ ഇതുവരെ നീക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു 100,000 കാര്യങ്ങളാ. ഞാൻ അവിടെ ചെന്ന് വാ തുറന്ന് പറഞ്ഞു, അത് പാസ്സായി. പിന്നെ ഇപ്പൊ ശീതളനാണ് പറയണെന്നുള്ളത്. പിന്നെന്താ? അതുകൊണ്ടാണ് ഞാൻ ഈ ഓടി പറയണത്. അതായത് അവര് പോയാൽ ശരിയാവില്ലേ? വേറെ ആൾക്കാരൊക്കെ വന്ന് നോക്കിയിട്ടാണ് പോവും. മുന്നിട്ട് ഇറങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യണ്ടേ? ചെയ്യൂല. സത്യനറിയാലോ കാര്യങ്ങൾ. ഇതിപ്പോ ഇത് മാത്രല്ല, ഞാനിപ്പോ ഇവിടെ വഹിക്കണം നിക്ക് വല്ല ഇതുണ്ടോ? ഞാൻ ഇവിടെ വഹിക്കോ? എന്നാ പിന്നെ നമുക്ക് നമ്മുടെ മീറ്റിംഗും കൂടെ ആ സ്കൂളിൽ വെച്ച് നടത്തായിരുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വകാര്യതകളില്ലേ? അല്ലാണ്ട് പാർട്ടി കാര്യങ്ങൾ സ്കൂളിൽ പോയിട്ട് പറയാ. ശീതളേട്ടാ, ബാക്കിയുള്ളവർക്കും പല ആവശ്യങ്ങളുണ്ടേ. സ്കൂളിലിപ്പോ പുള്ളി പോയില്ലെങ്കിൽ അവിടെ ഒരു പരിപാടി നടക്കില്ല. അത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നിന്റെ സ്കൂളിൽ കുട്ടികളുടെ കാര്യങ്ങള്, ഈ കാര്യങ്ങൾ നമ്മൾ പോയി പറഞ്ഞിട്ട് ശരിയാക്കണതാണോ ശരി? ആരെങ്കിലും വായി തോന്നുന്നു പറഞ്ഞിട്ട് അത് ഇല്ലാണ്ടാക്കണാണോ ശരി? അതേമാതിരി അതാണ്. പിന്നെ നമുക്ക് തുടങ്ങാം. പിന്നെ തുടങ്ങാം. നമ്മള് കോറം തകയില്ലല്ലോ. കോറം തകയാതെ നമ്മളെങ്ങനെ തുടങ്ങാം? എത്ര പേരുണ്ട്? അല്ല, സുരേഷ് കൂടെ ഉച്ചയ്ക്ക് ശേഷം കാണുമല്ലോ, നേരത്തെ പറഞ്ഞായിരുന്നു. എല്ലാരും വന്നതൊക്കെ തന്നെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വേറെ എന്തൊക്കെ പരിപാടികൾ പിടിച്ചവരെ. ഒരു കഷ്ടം ആലോചിച്ച് നോക്കിയേ. പാർട്ടിയുടെ ഒരു താലൂക്ക് ഓഫീസ് കെട്ടിടം എന്നുള്ളത് നമ്മുടെ ചിരകാല സ്വപ്ന. ഇതിനു വേണ്ടി അഹോരാത്രം ഞാനിങ്ങനെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സഹകരണ മനോഭാവം വേണ്ട. സത്യ, ഞാൻ ഈ 9 പേരും വിളിച്ച്, ഈ 10 പേരോടും വിളിച്ചത് തന്നോട് ഞാൻ പറഞ്ഞല്ലേ. ഈ ബാക്കിയുള്ള 9 പേരോട് ഞാൻ വിളിച്ചു പറഞ്ഞതാ. അപ്പൊ ഇവിടെ ഉണ്ടാവണ്ടല്ലേ ഇത്? ഒരു കാര്യം ചെയ്താലോ?
മീറ്റിംഗിന് ഇപ്പൊ നമുക്ക് വേറെ ഡേറ്റ് നോക്കാം. വേറൊരു ഡേറ്റ് നോക്കാം, അതാ നല്ലത്. അത് നമുക്ക് ഞാൻ പറയാം. ഞാൻ എനിക്കും കൂടി ഒഴിവുള്ള ഒരു ദിവസം നോക്കിയിട്ട് നമുക്ക് വെക്കാം. നോക്കിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. നോക്കിയിട്ട് വെക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശം എന്താ വെച്ചാല്, ഇപ്പോൾ നമ്മളിപ്പോ ഏതായാലും ഇപ്പൊ ഈ ബിൽഡിംഗ് കെട്ടണമല്ലോ. അപ്പൊ അതിന് നമുക്ക് അത്യാവശ്യം നല്ല നല്ല ബൾക്ക് എമൗണ്ട് കയ്യിലുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് നേരിട്ട് പോയിട്ട് കണ്ടിട്ട് ക്ഷണിക്കാം. അല്ല പറയണ കേക്ക്, നമുക്ക് എന്തെങ്കിലും സംഭാവനയായിട്ട് കാര്യമായിട്ടുള്ള പൈസ സംഭാവന വരാൻ വേണ്ടി പറയാന്ന്. പറഞ്ഞുതരാം. അതിൽ വേറെ കാര്യമുണ്ട്. അങ്ങനെ പോയാൽ ശരിയാവില്ല. ഞങ്ങൾ പോവാം. നിങ്ങൾ പോയാൽ ശരിയാവില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ പോയാൽ നടക്കില്ല. ഡേറ്റ് നോക്കാം, ഒരു ഡേറ്റ്. ഞാനടക്കം ഈ 11 പേരും ഉണ്ടാവണല്ലോ. ശീതളേട്ടന്റെ ഡേറ്റ് നോക്കിയാൽ മതി, ബാക്കി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്റെ ഒന്ന് നോക്കിട്ടേ ഞാൻ ഉടനെ അറിയിക്കാം. ഞാൻ സത്യനെ വിളിക്കാം. നസീർ ഹോട്ടലിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പിരിയാം. നസീർ ഹോട്ടൽ വേണ്ടോ? അത് ശരിയാവില്ല. ഹോട്ടലിന്റെ ഊരും പേരൊന്നും ചോദിക്കരുത്. അല്ല, ഒന്നാന്തരം ചായ ഞാൻ കാണിച്ചാൽ അങ്ങോട്ട് പറയാം. ഹലോ. വേണ്ട അത് ശരിയാവില്ല. അതെ, ഈ വലിക്കുമ്പോ ഇങ്ങോട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോ സത്യേട്ടാ, നല്ലതല്ല. അങ്ങനെ നിന്ന് സംസാരിക്കും. വരുന്നില്ല. പ്രശ്നങ്ങളില്ല.